ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ രുചികരമായതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്, റവ ലഡു. അതിനുവേണ്ടി നമ്മൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വീതം കാഷ്യൂ നട്ട്സും ബദാമും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം കാഷ്യൂ നട്ട്സ് ചേർക്കാം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതാണ് ബദാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് ഇത് നന്നായി നമുക്ക് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ കരിയാൻ സാധ്യതയുണ്ട്. അത് ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ട് വേണം നമ്മൾ റവ വറുത്തെടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേ കടായിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് പഞ്ചസാര ഒരു ഒറ്റനൂൽ പരുവമാകുന്നവരേക്ക് നമുക്കിതൊന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് അല്പം ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സ് ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അല്പം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേമാതിരി നമ്മൾ കൈ കൊണ്ട് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് ലഡു തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു ലഡുവാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.